ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങ് നല്ല പച്ച കുരുമുളക് അരച്ചുകൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പൊ ഞാനത് ഇന്ന് നിങ്ങളെയും കൂടെ കാട്ടിത്തരാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്രയും വേണം: വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ നല്ല പച്ച കുരുമുളക് എന്നിവ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇനി അതിനകത്തേക്ക് ചേർക്കേണ്ടത് കടുകും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്, കടുക് പയ്യെ പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കണം. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ അതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റ് ചേർത്ത് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ നിറം ആവണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കഴിഞ്ഞ് ഒരു ബ്രൗൺ നിറാവുമ്പോൾ ഒരു നല്ല മണം വരും. അപ്പം നമുക്കത് പാകത്തിനായി എന്ന് മനസ്സിലാവും. അത് പാകമായി കഴിയുമ്പോൾ നമ്മൾ ഇനി അതിനകത്തേക്ക് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തായിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഒരല്പം വെള്ളവും ചേർത്ത് നമ്മളൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഈ 15 മിനിറ്റ് എന്ന് പറഞ്ഞത്, ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞേക്കണത് ഇച്ചിരി വലുതായിട്ടാണ്. അപ്പം നമ്മൾ ഇച്ചിരി കൂടുതൽ നേരം വേവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 15 മിനിറ്റ് എന്ന്. ചെറുതായിട്ട് നീട്ടത്തിൽ അരിഞ്ഞ് വേണമെങ്കിൽ വയ്ക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ ഷേപ്പിൽ അരിയാം. അപ്പം ഞാനൊരു ചതുരാകൃതിയിൽ ഇച്ചിരി കനത്തിലാണ് അരിഞ്ഞേക്കണം. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ നേരം നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ വെള്ളം പോരാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കണം. ഈ മെഴുക്കുവരട്ടിക്ക് പറയത്തക്ക പ്രത്യേകതകളൊന്നുമില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ചേർത്തത് പച്ച കുരുമുളക് അരച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഓർത്തിട്ട് ഇതിന്ന് കാണിക്കുന്നതാണ്. ഇത് സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ ആ പച്ച കുരുമുളക് അരക്കണതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഗ്യാസും ഒന്നും ഉണ്ടാവില്ല. സൂപ്പറായത്.